Do you know which story I'm gonna tell you today? Today's story is A Shepherd and His Flute. Let's begin. Long, long ago, there lived a shepherd named Robin. He could play the flute very beautifully, better than anyone else. He could even charm the wild beasts with the music of his flute. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏത് കഥയാണ്? ഒരു ആട്ടിടയൻ്റെ കഥ അല്ലേ? ഒരിടത്ത് റോബിൻ എന്ന പേരുള്ള ആട്ടിടയൻ ഉണ്ടായിരുന്നു. അയാൾ സദാസമയവും ഓടക്കുഴൽ വായിച്ചുകൊണ്ടേയിരുന്നു. മറ്റാരെക്കാളും അതിമനോഹരമായിട്ടാണ് അയാൾ ഓടക്കുഴൽ വായിക്കുന്നത്. വന്യമൃഗങ്ങളെ പോലും ആകർഷിക്കാനുള്ള കഴിവ് അയാളുടെ ഓടക്കുഴൽ സംഗീതത്തിനുണ്ടായിരുന്നു. റോബിൻ fell in love with a shepherdess named Rosemary. He tried to charm her with his melodious flute. Though Rosemary liked the music, she did not respond to his proposal. അങ്ങനെ ഇരിക്കവേ അവന് റോസ്മേരി എന്ന പെൺകുട്ടിയോട് ഒരിഷ്ടം തോന്നി. അവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അവൻ എപ്പോഴും അവളുടെ അടുത്ത് പോയി ഓടക്കുഴൽ ഊതുമായിരുന്നു. പക്ഷെ അവൻ്റെ സ്നേഹം അവൾ ആദ്യം അംഗീകരിച്ചില്ല. അവൾ എന്ത് വിചാരിച്ചു? She thought that Robin is lazy and does nothing to earn his livelihood. One morning, Rosemary went fishing. Robin accompanied her. For quite some time, she could not even catch a single fish. She asked him, "Robin, can your flute charm the fish?" റോബിൻ ഒരു മടിയനാണ്. അവൻ ജീവിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ. സദാസമയവും ഓടക്കുഴലൂതി അവൻ്റെ സമയം കളയുകയല്ലേ എന്ന് ചിന്തിച്ചു. ഒരു ദിവസം രാവിലെ റോസ്മേരി മീൻ പിടിക്കാനായി ഒരു അരുവിയിലേക്ക് പോയി. റോബിനും അവളെ അനുഗമിച്ചു. മീൻ വിറ്റാൽ കുറച്ച് കാശൊക്കെ കിട്ടുമല്ലോ. അവൾ റോബിനെ പോലെയൊന്നും അല്ലായിരുന്നു. നല്ല അധ്വാനശീലമുള്ളൊരു കുട്ടിയായിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും അവൾക്ക് മീനൊന്നും കിട്ടിയില്ല. അന്നേരം അവൾ റോബിനോട് പറഞ്ഞു, "റോബിൻ, നിങ്ങളുടെ ഓടക്കുഴൽ നാദത്തിന് മീനിനെ ആകർഷിക്കാൻ പറ്റുമോ?" അപ്പോൾ റോബിൻ എന്തു പറഞ്ഞു? "Yes, of course. Just watch and soon you'll have a basket full of fish." Robin replied and began to play his flute. But what happened? പിന്നെന്താ? നോക്കിക്കോളൂ, ഞാൻ ഓടക്കുഴൽ ഊതിയാലുടൻ റോസ്മേരിയുടെ ബാസ്ക്കറ്റ് മീൻ കൊണ്ട് നിറയും എന്ന് പറഞ്ഞ് റോബിൻ ഓടക്കുഴൽ ഊതി തുടങ്ങി. ഇനി എന്തു പറ്റിയെന്ന് നോക്കാം. When the fish heard the music, they got frightened and hid behind the rocks and water plants. This disappointed Robin. What did he do? He picked up the fishing net and flung it into the brook and caught so many fish that Rosemary's basket was soon full. പക്ഷെ എന്തു പറ്റിയപ്പോ? ഓടക്കുഴൽ വിളി കേട്ടയുടനെ മീനൊക്കെ പേടിച്ച് പാറയുടെയും ചെടിയുടെയും ഇടയ്ക്ക് പതുങ്ങിയിരുന്നു. റോബിൻ വലിയ അഹങ്കരിച്ച് പറഞ്ഞതല്ലേ ഓടക്കുഴൽ ഊതുമ്പോൾ മീനെല്ലാം ഓടി വരുമെന്ന്. പക്ഷെ അത് സംഭവിച്ചോ? ഇല്ല. അന്നേരം റോബിന് വളരെ നിരാശ തോന്നി. അപ്പോൾ റോബിൻ എന്ത് ചെയ്തു? റോസ്മേരിയുടെ കയ്യിൽ നിന്ന് മീൻവല മേടിച്ച് നേരെ അരുവിയിലേക്ക് എറിഞ്ഞു. കുറെ അധിക നേരം കൊണ്ടുള്ള റോബിൻ്റെ പരിശ്രമത്തിന് ശേഷം മീനുകൾ ഓരോന്നായി വലയിൽ കുടുങ്ങാൻ തുടങ്ങി. റോസ്മേരിയുടെ ബാസ്ക്കറ്റ് മീൻ കൊണ്ട് നിറയാനും തുടങ്ങി. ഇത് കണ്ടപ്പോൾ റോസ്മേരിക്ക് വളരെ സന്തോഷമായി. Then Rosemary said, "Robin, I agree. You play the flute very well. But some things can only be accomplished by working hard." Robin realized his mistake and promised to work hard in future. അവൾ റോബിനോട് എന്തു പറഞ്ഞു? "റോബിൻ, നിന്റെ ഓടക്കുഴൽ നാദം വളരെ മാധുര്യമുള്ളതാണ്. അതിന് നിന്നെ വെല്ലാൻ ആരും തന്നെയില്ല. പക്ഷേ ചില കാര്യങ്ങൾ നേടാൻ കഠിനാധ്വാനം കൊണ്ട് മാത്രമേ കഴിയൂ." ഇത് കേട്ടപ്പോൾ റോബിൻ അവൻ്റെ തെറ്റ് മനസ്സിലായി. നല്ല രീതിയിൽ അധ്വാനിച്ചോളാമെന്ന് റോസ്മേരിക്ക് വാക്കുകൊടുക്കുകയും ചെയ്തു. Now, what message do you get from the story? Hard work is the key to success. If you work hard, then you can achieve anything in your life. So, you should work hard, okay? This is the moral of the story. അപ്പോൾ ഈ കഥയിൽ നിന്ന് കിട്ടുന്ന സന്ദേശം എന്താണ് നമുക്ക്? കഠിനാധ്വാനമാണ് ജീവിത വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ മാർഗം.
നമ്മൾ കഠിനമായി പരിശ്രമിച്ചാൽ ഏത് വിജയവും നമുക്ക് സ്വന്തമാക്കാൻ പറ്റും എന്നതാണ് ഈ കഥയുടെ സന്ദേശം. Hope you all enjoyed the story very much. We'll come again with another story for you. Till then, take care. Bye-bye.